ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എല്ലിംഗ് കപ്പ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വർക്ക്ഷോപ്പിലാട്ടോ. ഷമീറേ എവിടെയുണ്ട്? അതെ, നമ്മുടെ ഷമീർ എത്രയില്ല അപ്പോൾ ഇത് നമ്മുടെ വേറെ സുഹൃത്ത് ബിനിഷേട്ടൻ ചേട്ടാ. മെയിൻ കുക്കാട്ടോ, മെയിൻ കുക്ക്. അതെ, പുള്ളി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ അനീഷ് ഇവിടെ നിന്ന് സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുവാണ്. അതിലാണെങ്കിൽ അപ്പുറം വണ്ടിക്ക് പെയിന്റ് അടിക്കുവാണ്. അപ്പോൾ നമുക്ക് എല്ലിംഗ് കപ്പ കേട്ടോ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകണം. ഇപ്പോൾ നമ്മളിത് പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. സവോള കട്ട് ചെയ്യുന്നു, തക്കാളി ഉണ്ട്, സംഭവം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ബിനിഷേട്ടനാണ് കേട്ടോ കറക്റ്റ് ചെയ്യണേ. പുള്ളിയാണ് മെയിൻ കുക്ക്. അപ്പോൾ നമുക്ക് ഏതാടാ ഉരുളി? ഇതാട്ടോ നമ്മുടെ ഉരുളി. അപ്പോൾ നമുക്ക് പരിപാടി ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വേണേൽ കപ്പ പൊളിക്കാം കേട്ടോ. കപ്പ എടുത്ത് തരാം. അപ്പോൾ ആര് വീഡിയോ എടുക്കും? അപ്പോൾ ഞാൻ കപ്പ പൊളിക്കാനുള്ള പരിപാടി ആരംഭിക്കും കേട്ടോ. ഇപ്പോൾ നമ്മളിത് കപ്പ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ കപ്പ കൊത്തി നിർത്തോട്ടോ. അതെ കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പ കൊത്തി നിർത്തിയിട്ട് ബാക്കി കാണാം കേട്ടോ. ഓക്കെ. എല്ലിനുള്ള മസാലക്കൂട്ടുകൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, മല്ലിയില, മുളക്, സവോള ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ല് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷൈജു കപ്പ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷൈജു നമ്മുടെ നല്ല രീതിയിൽ കപ്പ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലും കപ്പയാണ്. ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലയ്ക്കുള്ള സവാള നമ്മുടെ മെയിൻ കോക്ക് അരിയുമാണ്. നമ്മുടെ അസിസ്റ്റന്റ് ഷെഫ് കപ്പ കഴുകുന്ന തിരക്കില്ല. നമ്മൾ കപ്പ കഴുകുവാട്ടോ. കപ്പ നമ്മൾ കട്ട് ചെയ്തു. കപ്പ കഴുകി വെള്ളമൊക്കെ മാറ്റി സെറ്റാക്കി എടുക്കും. നമ്മുടെ ബിനിഷേട്ടൻ അവിടെ സവാള അരിയും. അപ്പോൾ ഗൈസ് നമ്മുടെ എല്ലും കപ്പയ്ക്ക് നമ്മുടെ ചട്ടി അടുപ്പിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി മസാല അടിക്കാനുള്ള പരിപാടി കൊടുക്കാം. അപ്പോൾ അത് കടുക് നമ്മളെ പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ കട്ടറയിലിരിക്കുന്ന സബോള അതേ ഇട്ട് കൊടുക്കുക കേട്ടോ. സവാരിക്കിരിക്കും. തീ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്ലെയിം ഇച്ചിരി കുറയ്ക്കും കേട്ടോ. അപ്പോൾ അത് സവോള മൊത്തം തട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ചെറിയ പീസ് ഇങ്ങനെ ചേർന്ന് കിടക്കും. അത് നമ്മളൊന്ന് നേരത്തെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരുമിയിടണേ അല്ലേ. അപ്പോൾ നമ്മുടെ സെമീർ കുക്ക് സബോള ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബിനിഷേട്ടൻ സംഭവം സബോള ഇട്ടേക്കുവാണ്. അപ്പോൾ നൈസായിട്ടൊന്ന് വാടുന്നോടം വരെ നമ്മളൊന്ന് നൈസായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഹെൽപ്പർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര മുളകാണ് ഷമീർ ഇട്ടേ? മുളക് ഇട്ടാതില്ലേ. അപ്പോൾ ഒരു 5-6 മുളക്. ഇപ്പോൾ അത് കറിവേപ്പില ഇടുക കേട്ടോ. കറിവേപ്പില നമ്മൾ ഈ ഇറച്ചിക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അടത്തി മൊത്തത്തിൽ ഇത് തണ്ടൊക്കെ വേണം, എന്നാലും അതിൻ്റെ സംവിധാനം സെറ്റപ്പ് ആവുള്ളൂ അല്ലേ. അപ്പോൾ അത് കടുകിട്ട് അതുപോലെ നമ്മുടെ സവോള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില. ഉപ്പിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ കല്ലുപ്പാണ് ഏറ്റവും ബെറ്റർ. ബൊബായി എന്നാ പറയാനുള്ളത്? പെയിൻ്റ് അടി കഴിഞ്ഞോ? സൂപ്പർ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആയി കഴിയുമ്പോൾ അതെ അതെ പുള്ളിക്ക് നൈസായിട്ട് കൈക്ക് വേണം. കല്ലുപ്പിട്ട് കൊടുക്കുക കേട്ടോ. അഭിനേ ഇമാര് രണ്ടും പെയിൻ്റ് അടി ആയിരുന്നു കേട്ടോ. അതേ നിൽക്കണം. നമ്മുടെ മലയാളിയുടെ കാർ ഒരെണ്ണം അവിടെ ഇട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതായിരുന്നു കുറച്ച് നമ്മൾ സൗണ്ട് കേട്ടില്ലേ കംപ്രസറിൻ്റെ ഒക്കെ. അപ്പോൾ അത് തകർത്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ മെയിൻ കുക്ക് കസേരയൊക്കെ ഇട്ട് ഇരുന്നാണല്ലോ പരിപാടി. 15 മിനിറ്റ് പിടിക്കുമോ? നമ്മുടെ ശിഷ്യൻ മസാല ഇടുക. ഷമീറ തന്നെയാണോ സാധനം? അതെ
ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ മിക്സ് തട്ടും കേട്ടോ. ഉള്ളി വഴണ്ട് വന്നുണ്ടല്ലേ വിനിഷേട്ടാ? ഉള്ളി വഴണ്ട് വന്ന് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് എത്തണം. എത്തണം. അപ്പോൾ നമ്മൾ ഉള്ളി വാടി വന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്നെ ഇട്ട് കൊടുക്കണ്ടേ? മീറ്റ് മസാലകൾ, മസാല ഇതെല്ലാം ചേർക്കണം, ഐറ്റങ്ങളെല്ലാം ചേർക്കണം അല്ലേ? ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്ത പൊടികൾ ചേർക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കപ്പ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴുകി നീറ്റായിട്ട്. അതെ, നമ്മുടെ ഷമീർ മസാലക്കൂട്ടെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ എല്ല് വെട്ടിയിരിക്കും. ഷമീർ ഇത് പറഞ്ഞാൽ എന്നൊക്കെയാ? ഇത് മീറ്റ് മസാല, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി. ഇത്ര സാധനം മതിയോ? ഇച്ചിരി മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് സവാള മൂട്ടി സവാള ചേർക്കാം. അതല്ലേ? അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിയിൽ വെള്ളം ഒഴിക്കില്ല. ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം ഒഴിക്കില്ല. ഇറച്ചി തിളച്ച ഇറച്ചിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. എല്ലിനകത്താണെങ്കിലും എല്ലിനകത്ത് വെള്ളം ഉണ്ടാവും. അത് നമുക്ക് സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാണെങ്കിലും ഇറച്ചിയാണെങ്കിലും നമ്മൾ ആദ്യം മൂടി വെച്ച് വേവിച്ചാൽ അതിനകത്ത് വെള്ളം ഉണ്ടാവും. നമുക്കത് വേവാനുള്ള വെള്ളം ഉണ്ടാവും. അതെ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല രീതിക്ക് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ മറ്റ് ഐറ്റങ്ങളെല്ലാം തട്ടണം. അപ്പോൾ ഇനി ആദ്യം നമ്മൾ മസാല ഇടൂല്ലേ കേസ്? അപ്പോൾ നമ്മുടെ ഉരുളിയിലേക്ക് നമ്മുടെ ആ പൊടികളൊക്കെ ഇടാൻ പോവാം കേട്ടോ. നമ്മുടെ സവോളയൊക്കെ നല്ല രീതിക്ക് വാടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്നൊക്കെ ഇടണം? മൊത്തം അങ്ങ് തട്ടുമല്ലേ ഷമീറേ? അതെ. അപ്പോൾ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, എന്ത് മസാല? മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ ഐറ്റങ്ങളെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കണം അല്ലേ? അപ്പോൾ ഇത് ചൂടാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തേക്ക് എല്ല് തട്ടാം. അപ്പോൾ നമ്മുടെ ഈ പൊടികളൊന്ന് ആ പച്ചമണം പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ നല്ല സെറ്റാക്കി വെച്ചേക്കണേ നമ്മുടെ എല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയ്ക്കകത്തേക്ക് ഇത് നമ്മുടെ എല്ല് തട്ടും കേട്ടോ. നൈസായിട്ട് നമ്മുടെ എല്ല് ഉരുളിക്കകത്തേക്ക് തട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ എല്ലേൽ മസാല നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണം കേട്ടോ. അസിസ്റ്റൻ്റ് കുക്കിൻ്റെ കൈക്ക് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ നമ്മുടെ മെയിൻ കുക്ക് വന്നിട്ടുണ്ട് വീണ്ടും. മെയിൻ കുക്ക് വന്നിട്ടത് സംഗതി ആ ഇളക്ക് കണ്ടാ അറിയാം പ്രൊഫഷണലിസം. അപ്പോൾ നമ്മളെ ആ എല്ലിനകത്തേക്ക് എത്ര തക്കാളിയാ ഷമീറേ? 2 തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ നമ്മുടെ ഉരുളിയുടെ വലുപ്പത്തിലുള്ള മൂടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഉള്ള മൂടി വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് മൂടി വെച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് മൂടി ഒന്ന് എടുത്ത് നോക്കി കേട്ടോ. അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടോ? നല്ല രീതിക്ക് ആ എല്ലിലേയും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് നല്ല രീതിക്ക് കുക്കായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം നൈസായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല തിളച്ചു. അയ്യോ, അപ്പോൾ നമ്മുടെ ഈ എല്ല് നേക്കെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലിനകത്തൊരു ശക്കല ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കിയിട്ട് ഇടാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മൊത്തത്തിൽ തിളയ്ക്കണം. നല്ല കിടലിനായിട്ട് തിളക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ എല്ല് വാങ്ങാൻ പോവാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കപ്പ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഷമീർ, അപ്പോൾ നമുക്കിത് ഇനി വാങ്ങാമല്ലോടാ? ഓക്കെ. അപ്പോൾ നമുക്കിനി എല്ല് നല്ല പോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി വെക്കാം കേട്ടോ. നമ്മുടെ എല്ല് വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കപ്പ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ കപ്പ നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഗൈസ്, അപ്പോൾ കപ്പ കുക്കായോ എന്ന് നോക്കാൻ പോട്ടോ. ഇനി ചേട്ടാ നോക്കി, സെറ്റാണോ? അപ്പോൾ അതായത് നമ്മുടെ കപ്പ കുക്കായിട്ടുണ്ട് കേട്ടോ.
കേസ് അപ്പോൾ നമ്മുടെ എല്ല് വീണ്ടും നമ്മൾ അടുപ്പയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കപ്പ ഊറ്റുക കേട്ടോ. അപ്പോൾ കപ്പ ഊറ്റിയിട്ട് നമുക്ക് കപ്പ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കേസ് അപ്പോൾ നമ്മുടെ കപ്പ നമ്മൾ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിനീഷേട്ടൻ കപ്പ ഇടിക്കാനായിട്ട് നമ്മുടെ മടക്കലയൊക്കെ സെറ്റ് ചെയ്ത് നല്ല കിടുക്കാച്ചിയാക്കിയിട്ട് കപ്പ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ പണ്ടത്തെ കാലത്ത് അതെ 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 കപ്പ ഇടിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മടക്കല വെട്ടി നല്ല ചീകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം നമ്മുടെ എല്ലിനകത്തേക്ക് തട്ടി മിക്സ് ചെയ്തെടുക്കാൻ. എന്തായി നമുക്ക് ഒരുപാട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് കഴിക്കാനും കൂടെ കിട്ടും. അപ്പൊ എല്ലെന്തിനാ എല്ല് കടിക്കാനല്ലേ? എല്ലും കപ്പയങ്ങളെ കടിക്കണം. അതാ അതിന്റെ സെറ്റപ്പ്. ഓക്കെ. അപ്പൊ നമ്മുടെ കപ്പ തട്ടാറായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ കപ്പ എല്ലിനകത്തേക്ക് തട്ടുക കേട്ടോ. മേത്തേക്ക് തെറിക്കാണ്ട് നമ്മൾ വർക്ക്ഷോപ്പ് സെറ്റപ്പിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ സെറ്റപ്പ് ആക്കുന്നു. കപ്പ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സ് ചെയ്യണം. നമ്മുടെ കപ്പ നല്ല ചുറ്റുവനായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഷമീറ കേട്ടോ ചേർത്തോണ്ടിരിക്കുന്നു. രാജകുമാരി സ്റ്റൈൽ കപ്പ ബിരിയാണി. അപ്പം വേണമെങ്കിൽ ആ ചട്ടകത്തിന് ഇങ്ങനെ വട്ടം വെച്ചിങ്ങനെ വിട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഉടയാള് വേണമെങ്കിൽ ഇനി ഉടയോളൂ. അങ്ങനെ ഇറക്കി വെച്ചല്ല വേണ്ട. നല്ല കളറിൽ സെറ്റായിട്ട് കേട്ടോ. അപ്പം ചോട്ടത്തിനോ അപ്പം വീണ്ടും നമ്മൾ മടക്കല വെച്ച് നമ്മുടെ കപ്പ ഉടയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഏഷ്യാട് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാത്രങ്ങളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാറായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഇതാണ്. കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും നമുക്ക് അതിൻ്റെ അകത്ത് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അതെ. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ കപ്പ ഏഷ്യാഡിനകത്തേക്ക് സെറ്റാക്കിയിട്ടേക്കും കേട്ടോ. നൈസായിട്ട് നമുക്ക് ചില ആളുകൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം, ചില ആളുകൾക്ക് വേണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതെ നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതെ നമ്മുടെ മെയിൻ കുക്ക് കേട്ടോ. ഇത് അസിസ്റ്റൻ്റ് കുക്ക്. ഇനി ചേട്ടാ അപ്പോൾ എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റായിട്ടുണ്ട്. ഓക്കെ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ. അപ്പോൾ ഇത് നമ്മുടെ ഏഷ്യാഡ് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. നമ്മുടെ കുക്കുമാർ രണ്ടും ഞങ്ങളെ ചെറിയൊരു പാത്രം എടുക്കണം. നമ്മളിത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് കഴിക്കും. ഒരു തട്ടിലേക്ക് മാത്രം വിളമ്പും,
എന്നിട്ട് എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണം. സംഗതി അവര് തട്ടിലേക്ക് മാറ്റും കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് മുകളിലേക്ക് സലാഡ് വേണമെങ്കിൽ ഇടാം. അതെ തട്ടിനകത്തേക്ക് സംഗതി അപ്പോൾ നമ്മുടെ എല്ലുങ്കപ്പ അവർ ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. ഇത് ആദ്യം നമ്മുടെ ഷമീർ എങ്ങനെയുണ്ട്? പൊളിയാണോ? ഇനിഷേട്ടാ പറഞ്ഞേ പൊളി സാധനം. ഇത് അവിയും കഴിക്കണം. എങ്ങനെയുണ്ട്? കിട്ടിലോസ്കി. ഇതേ അപ്പം നമ്മുടെ ശിഷ്യൻ ഇതേ എല്ലാവരും കൂടെ കേട്ടോ ഒരു തട്ടിനകത്ത് കഴിക്കോട്ടോ. പൊള്ളി സാധനം. ഈ കളർ കണ്ടോ? പൊളി 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 പൊളി. ഒരു നമ്മുടെ സുഹൃത്ത് ഒരാളുണ്ട്, അദ്ദേഹം ഈ പറയുന്ന മീറ്റൊന്നും കഴിക്കില്ല. അതുപോലെ അദ്ദേഹത്തിന് മാത്രം മുഖം പോയ സീനുള്ളത്. പ്ലെയിൻ കപ്പ കഴിക്കോട്ടോ. അച്ചാറും കൂടെ അപ്പം നമ്മുടെ എല്ലുങ്കപ്പയുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.